നമസ്കാരം. ഇപ്പൊ കേരളത്തിലെ ആശമാരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ സിക്കിം പൊടുന്നനെ കടന്നു വരികയുണ്ട്. അത് നിയമസഭയിൽ ഉന്നയിച്ചത് കോൺഗ്രസിന്റെ ബഹുമാന്യനായ പ്രതിനിധി രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അദ്ദേഹം പിന്നെ ട്രോളുക, പുച്ഛിക്കുക, പരിഹസിക്കുക, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഒരു സ്ഥിരം പരിപാടി. അപ്പൊ അദ്ദേഹം ഒരു കടലാസൊക്കെ ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു, സിക്കിം എന്താ ഇന്ത്യയിലല്ലേ, വീണ ജോർജ് പഠിച്ച ഭൂപടത്തിൽ സിക്കിമില്ലേ? ആളുകളൊക്കെ ഒന്ന് ഞെട്ടി. എന്താ കാര്യം? വീണ ജോർജ് മന്ത്രി പറഞ്ഞിരുന്നത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഓണറേറിയം ഒരു സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്നത്, 7000 കൊടുക്കുന്നു, ഇന്ത്യയിൽ മറ്റിടത്തുമില്ല. അപ്പോഴാണ് ദേ വരുന്നു ഒരു പുതിയ കടലാസ്. എന്താണ്? സിക്കിമിൽ 10,000 കൊടുക്കുന്നുണ്ട്. ഒരു ചർച്ചയിൽ വരികയല്ലേ. എന്ത് ചെയ്തു വീണ ജോർജ്? അവര് സിക്കിമിലെ അതിന്റെ കോർഡിനേറ്ററോട് പിറ്റേന്ന് വിളിച്ച് അന്വേഷിച്ചു, കത്തെഴുതി, അവര് മറുപടി കൊടുത്തു. അവരത് നിയമസഭയിൽ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? 6000 കൊടുത്തുകൊണ്ടിരിക്കുന്നത്, പക്ഷെ 10,000 കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. തീരുമാനമായിട്ടില്ല. അതാണ് കറണ്ട് സ്റ്റാറ്റസ്. രാജ്യസഭയിൽ കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി നൽകിയ മറുപടി അതാണ്. 6 മാസം മുൻപേ ഡീൻ കുര്യാക്കോസിന് മന്ത്രി നൽകിയിട്ടുള്ള മറുപടിയിലും ഇതാണ് പറയുന്നത്. അവിടെ ഒരു ഹൈക്ക് പറഞ്ഞിട്ടുണ്ട്, അവിടെ ഒരു വർധനവ് പറഞ്ഞിട്ടുണ്ട്, പ്രഖ്യാപിച്ചിട്ടുണ്ട്, പക്ഷെ അത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ഇതാണ് കാര്യം. ഇന്നലെ സുരേഷ് ഗോപി പറയുന്നത് കേട്ടു, ആശാ വർക്കർമാരെ സിക്കിം തൊഴിലാളികളായി പ്രഖ്യാപിച്ചു. അത് കേരളത്തിന് മാതൃകയാക്കിക്കൂടെ? നിങ്ങൾ സർക്കാരിനോട്, പിണറായി വിജയനോട് പറയൂ ഈ വട്ടിലാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, 1-2 കാര്യങ്ങളുണ്ട് കേട്ടോ. ഇപ്പൊ സിക്കിം 10,000 രൂപയാക്കി പ്രഖ്യാപിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, നല്ല കാര്യം. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പെട്ടതാണല്ലോ സിക്കിം. എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതാക്കൾ, പ്രതിനിധികൾ കേരളത്തെ തെലങ്കാനയുമായിട്ട് എന്താ കമ്പയർ ചെയ്യാത്തത്? അവര് പറയുന്നത് രേവന്ത് റെഡ്ഡി വലിയ പുലിയാണ് എന്നാണ്. വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ സർക്കാർ ജീവനക്കാരെ നമ്മളെ മുടങ്ങാൻ പോവാണേ. ഈ കാര്യങ്ങളൊന്നും ഇല്ല. അത് വേറൊരു കാര്യം ഇരിക്കട്ടെ. എന്തുകൊണ്ടാണ് അത് പറയാത്തത്? എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിയും BJP-കാരും ഗുജറാത്തിനെ, ഉത്തർപ്രദേശിനെ, അതൊക്കെയാണല്ലോ മാതൃകാ രാജ്യങ്ങൾ ഇന്ത്യയിൽ, എന്താണ് അതൊന്നും പറയാതെ സിക്കിമിനെ കയറി പിടിക്കുന്നത്? ഇനി അവിടെ അഥവാ 10,000 കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ലത് കേട്ടോ, അതിൽ തർക്കത്തിനില്ല. പക്ഷെ കേരളവും സിക്കിമും തമ്മിൽ ഒരു കമ്പാരിസണും ഇല്ല. നിങ്ങൾ ഗുജറാത്തുമായോ ആന്ധ്രാപ്രദേശുമായോ തെലങ്കാനയുമായോ തമിഴ്നാടുമായോ ഒക്കെ വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. എന്തുകൊണ്ടാണ് മറ്റേത് കമ്പാരിസൺ ഇല്ലാത്തത്? പ്രിയപ്പെട്ട ശ്രീ രാഹുൽ മാങ്കൂട്ടം, നമ്മുടെ രാജ്യത്തിന്റെ പൊതുധനകാര്യത്തെ, പബ്ലിക് ഫിനാൻസിനെ ഒക്കെ പറ്റി പറയുമ്പോൾ നിങ്ങളുടെ ചാനൽ ചർച്ചയിൽ ഉഡായിപ്പുകൾ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് രാജീവ് പറഞ്ഞത് ഇത് നിയമസഭയാണ്. അപ്പൊ അദ്ദേഹം പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, നിയമസഭയായാലെന്താ, ചായക്കടയായാലെന്താ, ചാനലായാലെന്താ, വ്യത്യാസമുണ്ടെന്നേ. വീണ ജോർജ് കള്ളം പറഞ്ഞതാണെങ്കിൽ നിയമസഭയിൽ, താങ്കൾ ആ നിയമസഭയിൽ അംഗമല്ലേ? താങ്കൾക്ക് അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുത്തൂടെ? ഇപ്പോഴും നിയമസഭ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. മന്ത്രി കള്ളം പറഞ്ഞു, സഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു MLA-ക്ക് അവകാശ ലംഘന നോട്ടീസ് മന്ത്രിക്കെതിരെ നൽകാൻ അധികാരമുള്ള ഒരു ഇടത്തിന്റെ പേരാണ് നിയമസഭ. ആ സൗകര്യം, സാഹചര്യം ചായക്കടയിലില്ല, അത് ചാനൽ ചർച്ചയിലില്ല. ആ സൗകര്യം താങ്കൾ ഉപയോഗപ്പെടുത്തൂ. വ്യത്യാസമുണ്ട്. താങ്കൾക്ക് പരിചയമില്ലാഞ്ഞിട്ടാണ്. വ്യത്യാസമുണ്ട്. അങ്ങനെ വന്നാൽ ഞാൻ പറഞ്ഞല്ലോ, കേരളവും സിക്കിമും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇന്ത്യയിലെ ഈ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളില്ലേ, ആസാം, സിക്കിം, അരുണാചൽ പ്രദേശ്, മണിപ്പൂര്, മേഘാലയ, ഇത്തരം സംസ്ഥാനങ്ങളൊക്കെ, ഈ സംസ്ഥാനങ്ങൾക്ക് ഭരണഘടനാപരമായി തന്നെ പ്രത്യേക പദവികളുണ്ട്, പ്രത്യേക വകുപ്പുകളുണ്ട്. നമ്മളിപ്പോ കാശ്മീരിലെ 370 വകുപ്പിനെ പറ്റി മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. അങ്ങനെയല്ല. ഈ സംസ്ഥാനങ്ങൾ ഭൂമിശാസ്ത്രപരമായി, സാമ്പത്തികപരമായി വേറൊരു ലെവലുള്ള സ്ഥലങ്ങളാണ്, വേറൊരു പ്രദേശങ്ങളാണ്. അതുകൊണ്ടോ പ്രത്യേക പരിരക്ഷകളുണ്ട്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ കേരളം ഉൾപ്പെടെയുള്ള നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളുടെ കേന്ദ്രവിഹിതം 60-ഉം സംസ്ഥാനങ്ങളുടെ 40-ഉമാണ്. ഇതൊക്കെ ഒരു സ്കീം മേഖലയാണല്ലോ. സ്കീം വർക്കർമാരാണ് അംഗനവാടി, മാഷിയും ഒക്കെ. ഇവിടെ 60% കേന്ദ്രം, 40% കേരളം, അല്ലെങ്കിൽ തമിഴ്നാട്, ആന്ധ്ര, അങ്ങനെയൊക്കെയാണ്. അവിടെയോ നോർത്ത് ഈസ്റ്റിലോ അത് 90:10 സുരേഷ് ഗോപിക്ക് അറിയുമോ? 90% കേന്ദ്രവിഹിതം, 10% സംസ്ഥാന വിഹിതം. തീർന്നില്ല. സിക്കിമിന്റെ ആകെ ചെലവുണ്ടല്ലോ, അതിലെ 20% മാത്രമാണ് സിക്കിമിൻ്റെതായിട്ടുള്ളത്. കാരണം അതൊരു പിന്നാക്ക സംസ്ഥാനമാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ കൈകാര്യം ചെയ്യുന്നത് പോലെ യൂണിയൻ ഗവൺമെന്റിന് സിക്കിമിനെ, മേഘാലയയെ, മിസോറാമിനെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവർ 20% എടുക്കുമ്പോൾ കേന്ദ്ര സർക്കാർ 80% കൊടുക്കുന്നത്. കേരളത്തിലോ 23, 24, 25 നടപ്പ് സാമ്പത്തിക വർഷം ഈ മാർച്ചിൽ അവസാനിക്കുകയാണ്. കേരളത്തിലെ കണക്കുകൾ പറയുന്നത്
യൂണിയൻ ട്രാൻസ്ഫർ ഉണ്ടല്ലോ, അത് 20% താഴെയായി കുറയുന്നു എന്നാണ്. ആ സാഹചര്യത്തിലാണ് കേരളം ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന 7,000 രൂപ കൊടുക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ് സവിശേഷമായ വ്യത്യസ്തമായ സാഹചര്യങ്ങളുള്ള വ്യത്യസ്തമായ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനവിനിയോഗ സമ്പ്രദായങ്ങൾ ഭരണഘടനാപരമായി തന്നെ അംഗീകരിച്ചിട്ടുള്ള ഒരു ചെറിയ വടക്കു കിഴക്കൻ ഒരു സംസ്ഥാനത്തെ കേരളവുമായിട്ട് എങ്ങനെയാണ് നിങ്ങൾ താരതമ്യം ചെയ്യുക? 750ഓളം ആശമാരാണ് അവിടെ. ഇവിടെ 26,150ഓളം ആശമാരാണ്. നിങ്ങൾ എങ്ങനെ താരതമ്യം ചെയ്യും? ഇതങ്ങോട്ട് പറയാണ്. പിന്നെ നമ്മുടെ മാധ്യമ പ്രവർത്തകരുടെ ഒരു കാര്യമുണ്ട് കേട്ടോ. ഈ വേതാളങ്ങളെല്ലാം ഇങ്ങനെ ഉറഞ്ഞു തുള്ളുമ്പോൾ ഒരു അക്ഷരം മിണ്ടില്ല. എന്നിട്ട് രാത്രി ഇരുട്ടുമുറിയിൽ ഇരുന്ന് മൗദൂദികളൊക്കെ ചർച്ച ചെയ്യും. മാങ്കുട്ടത്തിന്റെ അഗ്രസീവ്നെസ് CPM-നെ ഭയപ്പെടുത്താൻ ഒരു ഭയപ്പാടുമില്ല ബായി. പച്ച കള്ളങ്ങൾ പറയുമ്പോൾ അത് തുറന്നു കാട്ടാൻ, അതിന്റെ വസ്തുതകൾ വിശദീകരിക്കാൻ CPM-കാരൊക്കെ ധാരാളം ഉണ്ട് ഈ നാട്ടിൽ. നിങ്ങൾക്കതിനുള്ള പാങ്ങില്ല, നിങ്ങൾക്കിത് ചോദിക്കാനുള്ള ധൈര്യമില്ല, അറിവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കള്ളങ്ങളെ അഗ്രസീവ്നെസ് ആയി തോന്നും. നിങ്ങൾ പറയും അവകാശ ലംഘനത്തിന് അദ്ദേഹം നോട്ടീസ് കൊടുക്കട്ടെ, അദ്ദേഹം തെലങ്കാനയുടെ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കട്ടെ, വെറുതെ ഒരു കത്തയക്കട്ടെ. കഴിയുമോ രാഹുൽ മാങ്കൂട്ടത്തിന്, VT ബൽറാമിന്, VD സതീശന് തെലങ്കാനയിലെ മുഖ്യമന്ത്രിക്ക് കത്തയക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയോട് വെറുതെ ഇവിടെ പത്രസമ്മേളനത്തിൽ ഒന്ന് പറയാൻ സുരേഷ് ഗോപിക്ക് സാധിക്കുമോ? നിങ്ങൾ ഈ രാജ്യത്തെ തൊഴിലാളികളെ ഒറ്റുകൊടുക്കുകയാണ്. അത് മനസ്സിലാക്കണം. അതൊക്കെ ആശാപ്രവർത്തകർ, ഈ സമരം ചെയ്യുന്ന ആളുകളും താമസിയാതെ മനസ്സിലാക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല.